എപ്പോഴും നോൺ വെജ് സ്നാക്ക് കഴിക്കാതെ അതെ ഇതുപോലെ ഉഴുന്നുവടയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയേ. പുറത്ത് നല്ല ക്രിസ്പി, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഉഴുന്നുവട റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചമ്മന്തിയുടെ ചട്നിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ എൻ്റെ അമ്മോ എന്ത് ടേസ്റ്റാണെന്നറിയോ. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന നേരത്തെ ഒരു 2 എണ്ണം മതി, സൂപ്പറാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ, ആദ്യം കഴുകി വൃത്തിയാക്കി ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്ത ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഉഴുന്ന് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. ഉപ്പ് ചേർക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുരുമുളക്, അത് മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക, പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഞാൻ ഉണ്ടാക്കുന്ന ഉഴുന്നുവടയിൽ ഇടാറുള്ളൂ കേട്ടോ. കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ച് ചേർക്കാം. അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാറ്. ഇനിയിപ്പോൾ അതാ നമുക്ക് ഉഴുന്നുവട ഇതുപോലെ ഹോൾസാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് ചട്നിയുടെ ചമ്മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നോൺ വെജ് തന്നെ കഴിക്കാതെ ഇതുപോലെ വെജിറ്റേറിയൻ സ്നാക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.